ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പരീക്ഷാ നടത്തിപ്പ് ഭേദഗതി ബിൽ, ദേശീയ ബഹുമതി അനാദരിക്കൽ തടയൽ ബിൽ, വന്ദേമാതരം ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, കേരളം ബിൽ, സഹകരണ ബിൽ, ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ. വർഷകാല സമ്മേളനത്തിനിടെ അവതരിപ്പിച്ച പ്രധാനപ്പെട്ട ഈ ബില്ലുകളിലൊന്നും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. പാർലമെന്റിലെ ഓഫീസിൽ വരാം, NDA യോഗത്തിൽ പങ്കെടുക്കാം, പക്ഷേ സഭയിലെത്തില്ല. സഭയിലെത്തിയാൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. വിദ്യാർത്ഥികളെ എന്തിന് തല്ലിച്ചതച്ചു എന്ന് വിശദീകരിക്കണം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ആരനുവാദം നൽകിയെന്ന് പറയണം. പോലീസ് അതിക്രമത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണം. സർക്കാർ തോറ്റ സമരത്തെ തല്ലിത്തോൽപ്പിക്കാൻ ശ്രമിച്ചതിന് എന്ത് ന്യായീകരണം പറയാനാണ്? എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാൻ രാജ്യത്തിന്റെ യുവത്വം കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം അറിയാവുന്നതുകൊണ്ടാകണം ഇന്നും വന്നില്ല ആഭ്യന്തരമന്ത്രി. ഒളിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം. CPM-ൽ നിന്നും മുൻ MP ശ്രീ A. സമ്പത്ത്, അഡ്വക്കേറ്റ് VR അനൂപ് കോൺഗ്രസ് പ്രതിനിധി, AK അനുരാജ് വലത് സഹയാത്രികൻ, AM ഷിനാസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഞാൻ ശ്രീ VR അനൂപിലേക്ക് പോകുന്നു. അനൂപ്, ഇപ്പോൾ 22ാമത്തെ ദിവസമാണ് ഇന്നേക്ക്. ഈ ദിവസങ്ങളിലൊന്നും തന്നെ ആഭ്യന്തരമന്ത്രി വന്നിട്ടില്ല. ഇന്നും പാർലമെന്റിനകത്ത് പ്രതിപക്ഷ പ്രതിഷേധമായിരുന്നു, സഭാസ്തംഭനമായിരുന്നു. അപ്പോൾ സഭ സമ്മേളിക്കാത്തതിന്, സഭയിലെ നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പാക്കാത്തതിന് കൃത്യമായും അത് പ്രതിപക്ഷത്തിന്റെ പ്രശ്നമാണ്, പ്രതിപക്ഷമുണ്ടാക്കിയിരിക്കുന്ന പ്രശ്നമാണ് എന്നാണ് ഭരണപക്ഷം ആവർത്തിക്കുന്നത്. ഇന്നും ഉണ്ടായിരിക്കുന്ന സഭാ നടപടികൾ സഭയിലെത്തുമെന്ന് പറഞ്ഞിരുന്ന ഉറപ്പ് പാലിക്കാതിരിക്കൽ, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും രാജ്യത്തെ സംബന്ധിച്ച് അസാധാരണമായ സ്ഥിതിവിശേഷമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ചില വിദ്യാർത്ഥികൾ കോളേജിലേക്ക് വന്ന് ക്ലാസ്സിൽ കയറാതിരിക്കുന്നത് പോലെ പാർലമെൻറ്റിലെ പരിസര പ്രദേശങ്ങൾ കറങ്ങി നടക്കുകയും എന്നാൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാതിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ പ്രതിപക്ഷത്ത് ഉന്നയിക്കുകയാണ്. അപ്പോൾ പോലും കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലൊക്കെ BJPയുടെ പ്രതിനിധികൾ ഉന്നയിച്ച വാദങ്ങൾ വളരെ അതിശയകരമാണ്. അമിത്ഷായെ കാണണമെങ്കിൽ നിങ്ങൾ TV-യിൽ നോക്കിയാൽ മതി. അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട്, പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പാർലമെൻറ്റിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. അപ്പോൾ പോലും BJP ഉന്നയിക്കുന്ന അതിശയകരമായ വാദം, നിങ്ങൾ ഈ ബഹളങ്ങൾ നിർത്തിവെക്കൂ, എന്നാൽ അമിത്ഷാ വരുമെന്നാണ്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞങ്ങളില്ല എന്ന് പറയുന്ന വളരെ ചൈൽഡിഷായ ബാലിശമായ വാദമുഖങ്ങളാണ് രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷി ഉന്നയിക്കുന്നത്. ഇവിടെ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തിയാൽ, പ്രതിപക്ഷം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറിയാൽ ഞങ്ങൾ ഈ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഉള്ളൂ എന്ന് പറയുന്ന ഒരു മുന്നുപാധിയാണ്, ഒരു പ്രീ കണ്ടീഷനാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കൃത്യമാണ്. രാജ്യത്തെ ഭരണ സംവിധാനത്തോടുള്ള ബഹുമാനമില്ലായ്മയിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ലത്. ഇത്ര ദിവസമായി ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നു. അമിത്ഷായെ പോലൊരാൾ പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ചർച്ച പറയുന്നത് പോലെ അമിത്ഷാ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിനോട് ഒളിവിൽ നിന്ന് പുറത്തു വരാനാണ് രാജ്യത്തെ പ്രതിപക്ഷം മാത്രമല്ല, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാർത്ഥികൾ, പുതിയ തലമുറ, ജൻസി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ എത്ര കാലം ഈ ഒളിച്ചിരിക്കൽ തുടരാൻ കഴിയുമെന്നാണ് അമിത്ഷായും BJPയും വിചാരിക്കുന്നത്? രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് എന്നേക്കുമായി ഓടി ഒളിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ശരി, ശ്രീ A. സമ്പത്ത്, ഇതിപ്പോൾ നിങ്ങൾ എത്ര ദിവസമായി പ്രതിഷേധം കാണിക്കുന്നു? പക്ഷേ പ്രതിഷേധത്തിന് പുല്ലുവിലയാണ്. നിങ്ങൾ അവിടെ എന്തു വേണമെങ്കിലും കാണിച്ചോളൂ, ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരുമെന്നുള്ളതാണ്. സഭയിലടക്കം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തോട് കളവ് പറയുകയാണോ ചെയ്തിട്ടുള്ളത്? കിരൺ റിജിജു പറഞ്ഞത് വരും, ആഭ്യന്തരമന്ത്രി വരും, ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കും. ആഭ്യന്തരമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തിന്റെ ശക്തിയിൽ പ്രതിപക്ഷത്തിന് നിൽക്കാൻ പോലും പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും വന്നിട്ടില്ല. നാളെ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അവസാന ദിവസം വന്ന് ഒരു 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 സിനിമ സ്റ്റൈലിൽ വന്ന് മറുപടി പറഞ്ഞു പോകാമെന്നുള്ളതായിരിക്കുമോ ഈ ആഭ്യന്തരമന്ത്രിയുടെ ആലോചന? സ്മൃതി, ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് നന്ദി. രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പാർലമെൻറ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്നതായ ഇന്ത്യ, ഭാരതം, ഈ രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയാണ്.
അത് ലോക്സഭയും അതെ, രാജ്യസഭയും അതെ. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് മുതൽ അവിടുത്തെ ഭൂരിപക്ഷം അത് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസാണ് തെളിയിക്കപ്പെടുക. അതിൻ്റെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ തന്നെ രാജ്യസഭയുടെ ചെയർമാൻ, അതിൻ്റെ ഉപ അധ്യക്ഷൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, പാർലമെൻറ്റ് അംഗങ്ങളുടെ ഭരണഘടനാപരമായ ചുമതല, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന 3 പുസ്തകങ്ങൾ. ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയുടെ ഭാഗം 5 അത് ഈ നമ്മുടെ ഇന്ത്യൻ യൂണിയനെ സംബന്ധിച്ചാണ്. ആ ഇന്ത്യൻ യൂണിയനിൽ ദ യൂണിയൻ എന്നുള്ളതിൽ അതിലെ ചാപ്റ്റർ 1 അധ്യായം 1 എക്സിക്യൂട്ടീവ് എന്ന കാര്യനിർവഹണ സമിതിയെ സംബന്ധിച്ചാണ്. താങ്കളിവിടെ സൂചിപ്പിച്ച നിങ്ങളുടെ ഭാഷയിൽ കേന്ദ്ര മന്ത്രിസഭ, ഞാൻ യൂണിയൻ മന്ത്രിസഭ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2-ാം അധ്യായം എന്നത് ചാപ്റ്റർ 2 എന്നുള്ളത് പാർലമെൻറ്റാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടനയിൽ തന്നെ എഴുതി വച്ചിട്ടുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം. 2-ാമത്തെ കാര്യം, ലോക്സഭയിലേതാണ് താങ്കൾ ചോദിക്കുന്നതെങ്കിൽ ഞാനതിൽ അംഗമായിരുന്ന ആളെന്നുള്ള നിലയിൽ കൂടി പറയാം. ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കോണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ലോക്സഭ എന്നുള്ളത് ഇതാണ് ലോക്സഭയിലെ അംഗങ്ങളെ സംബന്ധിച്ച് മന്ത്രിമാർക്കുൾപ്പെടെ ബാധകമായിട്ടുള്ള ചട്ടങ്ങൾ എന്നുള്ളത്. ഇനി മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി നമ്മുടെ ലോക്സഭാ സ്പീക്കർമാർ, ഞാൻ ലോക്സഭയുടെ കാര്യം മാത്രം ഇവിടെ പറയുകയാണ്, ലോക്സഭയിലെ സ്പീക്കർമാർ പലപ്പോഴായി നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഡയറക്ഷൻസ് ബൈ ദ സ്പീക്കർ ഓഫ് ലോക്സഭ എന്നുള്ളതാണ്. ഇതാണ് ആ പുസ്തകം. ഈ 3 പുസ്തകങ്ങളും ഇന്ത്യയുടെ പാർലമെൻ്ററി സമ്പ്രദായത്തിലെ ഹൗസ് ഓഫ് ദ പീപ്പിളിന് ബാധകമായിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർക്കും ഒഴിവാക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ആരോടാണ്? എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പാർലമെൻറ്റിനോട്. ആ പാർലമെൻറ്റ് എന്നത് ജനങ്ങളുടെ പ്രതിനിധികളാണ്. ആ പാർലമെൻറ്റിൽ പല രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവാം. സൗമ്യമായ ഉണ്ടാവാം, രോഷത്തിലുണ്ടാവാം, വലിയ ശബ്ദായമാനമായി ഉണ്ടാവാം. അത് സംവാദങ്ങൾ എന്നുള്ളത് നമ്മുടെ അഭിപ്രായങ്ങൾ, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, നമുക്ക് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരേ അഭിപ്രായം വരണമെന്നില്ല. 2 വ്യക്തികളാവുമ്പോൾ 2-ലേറെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവാം. ആ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സിലാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ അവിടെ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി വൈജാത്യങ്ങൾ ഉണ്ടാവാം. ആ വൈജാത്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അതിൻ്റേതായ ഒരു സഭയാണ്, ആ പ്ലാറ്റ്ഫോമാണ്. അവിടെ എല്ലാ വിധത്തിലുള്ള, ചിലപ്പോഴൊക്കെ എക്സ്ട്രാ പാർലമെൻ്ററി ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടന്നു പോകും പാർലമെൻറ്റ് അംഗങ്ങൾ. അതും സ്വാഭാവികമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് അൺപാർലമെൻ്ററിയാണ് എന്ന് വിധി എഴുതേണ്ടതില്ല. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം 3-ാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയാകുന്നത് തുടർച്ചയായി. എത്ര ദിവസം അദ്ദേഹം പാർലമെൻറ്റിൽ ഹാജരായിട്ടുണ്ട്? സ്മൃതി ഒന്ന് പരിശോധിക്കുക. മുമ്പ് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിലെ നിയമസഭാ സമ്മേളന കാലയളവുകളിൽ ഒരു വർഷത്തിൽ ശരാശരി 5-6 ദിവസം മാത്രം സഭയിൽ ഹാജരായിരുന്ന ഒരു മുഖ്യമന്ത്രി. അതും ബഡ്ജറ്റ് സമ്മേളനത്തിൽ പോലും പൂർണ്ണമായി ഹാജരാകാതിരുന്ന മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ടുള്ള ആളാണ് ഇന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്നയാൾ. ആ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ സഭയിൽ ഹാജരായാൽ അവിടെ മറുപടി പറയേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ഞാൻ 1 മിനിറ്റ് കൂടി എടുക്കുന്നതിൽ വിരോധം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് ഇത് പെല്ലറ്റുകളാണ് സ്മൃതി, ഇത് പെല്ലറ്റുകളാണ്. ഇത് 0.177 എന്നൊക്കെ പറയാവുന്ന പരിധിയിൽ വരുന്ന ഇത് 20 ജൂൾസിന് താഴെയുള്ള, അതെ, ഇത് പെല്ലറ്റുകളാണ്. ഈ പെല്ലറ്റുകൾ കൈവശം വയ്ക്കുന്നതിന് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ഫയർ ആംസിൻ്റെ ഒന്നും പരിധിയിലൊന്നും വരുന്നതൊന്നുമല്ല. കാരണം ഈ സിവിലിയന്മാർക്ക് ഇത് പരസ്യമായി എവിടെയെങ്കിലും ഒരു പൊതുയോഗത്തിലോ അല്ല അത്തരത്തിൽ ഇങ്ങനെ പ്രകടനങ്ങളിലോ ഒന്നും ഉപയോഗിക്കരുത്. ആ അത്തരത്തിലുള്ള നമ്മൾ തോക്കുകളെന്ന് പറയുന്ന എയർ ഗണ്ണുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഈ കാണിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യം. എന്നാൽ നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത് ഏതാണ്ട് 50-നപ്പുറമുള്ള ജൂളുകൾ, അതിൻ്റെ വേഗത എന്നുള്ള 200 ജൂളുകൾ വരെ വരുന്നതും അവിടെ ഈ 0.22-നപ്പുറമുള്ള കരുത്തുള്ളതുമായിട്ടുള്ള പെല്ലറ്റുകളാണ്. ആ പെല്ലറ്റുകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക്, കണ്ണുകളിലേക്ക്, തലയോട്ടിയിലേക്ക് തുളച്ചു കയറിയാൽ ഉണ്ടാകുന്ന ദുരന്തം എന്നുള്ളത് മുമ്പ് ജമ്മു കാശ്മീരിൽ നമ്മുടെ സുരക്ഷാ സേന നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ അത്തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളത് സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നതിൻ്റെ നിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവിടെ
പ്രായപൂർത്തിയെത്താത്ത കുട്ടികളടക്കം ഈ പെല്ലറ്റ് ഗണ്ണുകൾക്കിരയായി കൊല്ലപ്പെട്ടു എന്നുള്ളത് മറന്നു പോകരുത്. അതായത് അധിക വർഷമൊന്നും ആയിട്ടില്ല ഇത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ആരാണ് ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കാനായി അനുമതി നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. ഡൽഹി പോലീസിന് പെല്ലറ്റ് ഗണ്ണുകളില്ല. ഡൽഹി പോലീസ് നേരിട്ട് ഈ യൂണിയൻ ആഭ്യന്തര മന്ത്രി കാര്യാലയത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, അവരുടേതായ ഭരണത്തിലുമാണ്. അവിടെ ഇവർ വിളിച്ചിരുന്നത് CRPFനെയാണ്. ആ CRPFനെ അത്തരത്തിൽ വിളിക്കുമ്പോൾ CRPFൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്. നിങ്ങൾ ആ ഫോട്ടോകൾ പലതും നോക്കിയാൽ വീഡിയോകളിൽ ഈ നീല യൂണിഫോം, കമുഫ്ലാഷ് ചെയ്യപ്പെട്ടുള്ള നീല യൂണിഫോമിലുള്ള CRPFൻ്റെ RAF ആണ്. CRPFൻ്റെ RAFൻ്റെ കയ്യിൽ അതിവേഗതയുള്ള ജൂൾസ് ഉള്ള ഇത്തരത്തിലുള്ള കൂടുതൽ ഇതിനേക്കാൾ കനമുള്ള പെല്ലറ്റുകൾ, ആ പെല്ലറ്റ് ഗണ്ണുകളുണ്ട്. അത് റൈറ്റ് കൺട്രോളിൻ്റെ ഭാഗമായി മറ്റ് വേറെ യാതൊരു മാർഗവുമില്ലാതെ വരുമ്പോൾ ആസ് എ ലാസ്റ്റ് റിസോർട്ടായി ഉപയോഗിക്കുന്നതാണ്. അത് കുട്ടികളുടെ നേർക്ക്, വിദ്യാർത്ഥികളുടെ നേർക്ക്, സ്ത്രീകളുടെ നേർക്ക്, സാധാരണ സിവിലിയന്മാരുടെ നേർക്ക് സാധാരണ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് ഉപയോഗിക്കുന്നതിന് ആരാണ് നിർദ്ദേശം നൽകിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് കമാൻഡർ അക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ചുപ്പ് രഹോ എന്നാണ് പറയുന്നത്. തങ്ങൾക്ക് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ, തങ്ങൾക്ക് പ്രിയപ്പെട്ടതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവരെയെല്ലാം ദേശവിരുദ്ധരായി, ദേശദ്രോഹികളായി മുദ്ര കുത്തുന്നതായിട്ടുള്ള, അത് സോഷ്യൽ മീഡിയയിൽ കൂടിയും പ്രസംഗങ്ങളിൽ കൂടിയും മറ്റ് രേഖകളിൽ കൂടിയെല്ലാം വ്യാപകമായി ഉപയോഗിക്കുക. നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഈ യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടതായി വന്നു. രാജിവെക്കേണ്ടി വന്നത് ഗതികേട് കൊണ്ട് രാജിവെക്കേണ്ടി വന്നതാണ്. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടുമെന്ന് തോന്നുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി കിണ്ണമല്ല കട്ടത്, അണ്ടാവ് കട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ആരാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്? പ്രഹ്ലാദ് ജോഷിയാണ്. ആരാണ് അദ്ദേഹം? ഓർമ്മയില്ലേ? സെൻഷർ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെ. ഏതിൻ്റെ കാര്യത്തിലാണ് കോടതിയടക്കം ഇടപെടേണ്ടി വന്നത്? ബിൽക്കിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിന് വിധേയമാക്കിയതിന് ശിക്ഷിക്കപ്പെട്ട ആ പറയുന്ന ക്രിമിനൽ കുറ്റവാളികളെ അവർക്ക് ജാമ്യം സംഘടിപ്പിച്ച് അവരെ ആനയിച്ച് കൊണ്ടു നടന്ന് സ്വീകരണം നൽകിയതിൽ അതിലെ മുഖ്യ പങ്കാളിയായിട്ടുള്ളയാൾ അല്ലേ, ജാമ്യമെടുക്കുന്നതിനടക്കം. എന്താ വിദ്യാഭ്യാസ യോഗ്യത? ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബുൽ കലാം ആസാദിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അദ്ദേഹം സ്ഥാപിച്ചതായിട്ടുള്ള വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ, ഞാൻ ഇപ്പോൾ ഈ റൗണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് ഈ അച്ഛൻ മുട്ടറ്റം വെള്ളത്തിലാണെങ്കിൽ മകൻ അരയറ്റം വെള്ളത്തിലേക്ക് സഞ്ചാരികളെ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് പോലെ അത്തരത്തിലൊരാളുടെ കയ്യിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്, നടന്നിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട്, കാശിയുമായി ബന്ധപ്പെട്ട്, വൈഷ്ണോദേവിയുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ നിരവധി ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാത്തിൻ്റെയും ട്രസ്റ്റികളായി അതിൻ്റെ എല്ലാം ഭരണാധികാരികളെ എല്ലാം BJP നേതാക്കൾ തന്നെയാണ്. കൊള്ള ഭീകരമായ കൊള്ളയാണല്ലോ. സ്വർണവും വെള്ളിയും രത്നവും വൈഡൂര്യവും പണവും. നമുക്ക് അതിലേക്ക് വരാം, ഇതെല്ലാം അതിലേക്ക് വരാം ശ്രീ സമ്പത്ത്. അതും ഇന്ന് രാജ്യസഭയിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. രാജ്യം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, കാരണം തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ രാമൻ വേണം, തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതാണ് ആ ചോദ്യം. രേഖകളിൽ പോലും പാടില്ല എന്ന് നിശ്ചയിക്കുന്നത് എവിടെ നിന്ന് ഉണ്ടായിരിക്കുന്ന തീരുമാനമാണെന്നാണ് അറിയേണ്ടത്. ശ്രീ അനുരാജിലേക്ക് പോകുന്നു. ശ്രീ AK അനുരാജ്, ഈ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചോ എന്ന ചോദ്യം അത്ര മോശം ചോദ്യമാണോ? ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി സഭയിൽ വരാത്തത്? അല്ല, ഈ സത്യത്തിൽ ഇപ്പം പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിപക്ഷ MP ചെയ്യേണ്ടത് എന്താണ്, ഏത് MP ചെയ്യേണ്ടത് എന്താണ്? പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ചർച്ച ചെയ്യുക, അതിനോട് പ്രതികരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഈ കഴിഞ്ഞ ഈ മൺസൂൺ സെഷനിൽ എത്ര ദിവസമാണ് ഭാരതത്തിലെ പ്രതിപക്ഷ MP ചർച്ചകളിൽ പങ്കെടുത്തത്? എന്തെല്ലാം ബില്ലുകൾ പാസ്സായി? എന്തെല്ലാം ചർച്ചകൾ അവിടെ നടന്നു? അതിലേതിലാണ് പ്രതിപക്ഷ MP സജീവമായി പങ്കെടുത്തത്? ഇപ്പം കേരളത്തിൽ നിന്നുള്ളൊരു രാജ്യസഭാ MP തന്നെ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ധനമന്ത്രി പറഞ്ഞല്ലോ, ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കേൾക്കാൻ നിൽക്കാതെ പോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? എന്ത് ഉത്തരവാദിത്വ ബോധവും എന്ത് ആത്മാർത്ഥതയുമാണ് ഇതിനകത്തുള്ളത്? അതുപോലെ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ അവർ അല്ലെങ്കിൽ 0 അവർ ഇത്തരം സമയത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയല്ലേ. ഇന്നിപ്പോ എന്താണ് കേരളം ഉണ്ടല്ലോ, ചോദ്യത്തിന് മതിയല്ലോ. പാർലമെന്ററി ആരാ പറഞ്ഞു? ഇന്ന് മന്ത്രി പറയണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. എവിടെയാ വ്യവസ്ഥയാണ്? അത് ശരി, ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി മറുപടി പറയണ്ടേ? പാർലമെന്റിൽ മാൻഡേറ്റ് ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിൽ മാൻഡേറ്റ് ആർക്കാണ്? NDAക്കാണോ അതോ ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആവശ്യത്തിന് പോലും സംഘടിക്കാൻ പറ്റാത്ത മാത്രമുള്ള പ്രതിപക്ഷത്തിനാണോ? പ്രതിപക്ഷത്തിന്റെ യാതൊരു അർത്ഥവുമില്ലാത്ത ആരോപണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ചർച്ച. എന്താണ് അർത്ഥമില്ലാത്തത്? റിപ്പോർട്ട് പ്രകാരം ചോദ്യം കേൾക്കൂ. ഒരു മിനിറ്റ് ചോദ്യം
മനസ്സിലായി. എനിക്ക് ഇല്ല, മനസ്സിലായിട്ടില്ല. ചോദ്യത്തിന്റെ പോക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി. ചോദ്യം ഇതാണ്. ചോദ്യത്തിന്റെ പോക്ക് എനിക്ക് റിപ്പോർട്ട് മനസ്സിലായി. പ്രകാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 16 പേർക്ക് ഞാൻ പറയാം. നിങ്ങൾ ചോദ്യം സമയം കളയണ്ട. ഉത്തരം എന്റെ കയ്യിലുണ്ട്. ഇല്ല പെല്ലറ്റ് ആക്രമണം ഏറ്റിട്ടില്ല. ഇല്ല പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 16 പേർക്ക് പരിക്കേറ്റു എന്ന് അല്ലല്ല പെല്ലറ്റ് വിഷയമാണ്. ആദ്യം പെല്ലറ്റ് പറയുന്നേ. പെല്ലറ്റ് പറയൂ, അത് ചോദ്യമല്ലേ. പെല്ലറ്റ് ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, വിദ്യാർത്ഥികളടക്കം 16 പേർക്ക്. അതിൽ ആക്രമണമേറ്റവരുമായി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതിന് ഉത്തരം വേണ്ടേ? ആരുത്തരവിട്ടു ശ്രീ അനുരാജ്? ഇതിപ്പോ എന്നെക്കാട്ടിലും അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആൾക്കാരെക്കാട്ടിലും കൂടുതൽ സ്മൃതിയാണല്ലോ പറയുന്നത്. പിന്നെ സ്മൃതി തന്നെ ചർച്ച ചെയ്ത രാജ്യത്തെ ഒരു പൗരൻ ഈ മൺസൂൺ സെഷനിൽ എന്താ സംഭവിച്ചത്? ആദ്യം പൗരന്റെ ചോദ്യമൊക്കെ സ്മൃതിയെ ഏൽപ്പിച്ചിരിക്കുകയാണോ? എന്റെ ചോദ്യം എന്നെ ഏൽപ്പിക്കാമല്ലോ. എന്റെ ചോദ്യം എനിക്ക് കേൾക്കാമല്ലോ. എന്റെ ചോദ്യം എനിക്ക് ചോദിക്കാമല്ലോ. ഞാൻ ചോദ്യം ചോദിക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. പൗരന്റെ ചോദ്യം ഞാൻ പൗരനല്ലേ. എന്റെ ആണോ? അല്ല ചോദ്യം ഇവിടെ ചോദ്യം ഇവിടെ ഒരു കപ്പാസിറ്റി ആങ്കർ ഞാനിപ്പോ ഇരിക്കുന്ന ഒരു നിരീക്ഷകനായിട്ട് പൗരത്വമില്ലേ? അങ്ങേക്ക് പൗരത്വമുണ്ട്. അങ്ങേക്ക് അങ്ങയുടെ പൗരത്വത്തെ കുറിച്ച് അഭിമാനമില്ലെങ്കിൽ ചോദിക്കുകയാണ്. അതൊരു സ്പെഷ്യൽ പ്രിവിലേജ് ആണ്. അതൊരു സ്പെഷ്യൽ പ്രിവിലേജ് എടുക്കുകയാണ്. എന്ത് സ്പെഷ്യൽ പ്രിവിലേജ്? ചോദ്യങ്ങളാണോ സ്പെഷ്യൽ പ്രിവിലേജ്? നിങ്ങൾക്ക് ചോദ്യങ്ങളോട് എന്തൊരു അസഹിഷ്ണുതയാണ് ശ്രീ അനുരാജ്. അങ്ങേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ, കുട്ടികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചതിനെ കുറിച്ച് സ്മൃതി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ മുഴുവൻ ഉത്തരവും പറയാൻ തയ്യാറാണ്. സമയം തരൂ, ഇടപെടാതിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഈ മൺസൂൺ സെഷൻ തുടങ്ങിയിട്ട് 20 ദിവസമായി എന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ദിവസത്തെ ഡിമാൻഡ് എന്തായിരുന്നു? നീറ്റ് ചർച്ച ചെയ്യണമെന്നായിരുന്നു. ചർച്ച ചെയ്തില്ലേ? അത് കഴിഞ്ഞപ്പോൾ CJP വന്നു, ചർച്ച ചെയ്തില്ലേ? അത് കഴിഞ്ഞ് ധർമ്മേന്ദ്ര പ്രധാന്റെ വിഷയം ധർമ്മേന്ദ്ര രാജിവെച്ചില്ലേ? ഇതുപോലെ ഓരോ ഘട്ടത്തിലും അത് കഴിഞ്ഞിട്ട് എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് പ്രധാനമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു വന്നു പ്രതിപക്ഷം. ഇങ്ങനെ ഓരോ സമയത്ത് ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് ഈ കഴിഞ്ഞ 20 ദിവസവും ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് അതിന് മറപിടിച്ചു കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള മാധ്യമ വാർത്തകളിലൂടെ, മാധ്യമ ചർച്ചകളിലൂടെ. ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോഴാണ് രാജിവെച്ചത്? ചെയ്യേണ്ട റോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോഴാണ് രാജിവെച്ചത്? അതിന് ദിവസം ഈ സെഷന്റെ ഇടയിലാണ്. ഈ സെഷന്റെ ഇടയിൽ എന്തൊക്കെ കഴിഞ്ഞ ശേഷമാണ് രാജിക്ക് തയ്യാറായത്? അങ്ങ് പറയൂ. എത്ര പ്രതിഷേധം ഉയർന്ന ശേഷമാണ് രാജിക്ക് തയ്യാറായത്? അല്ല, നേരെ രാജിവെക്കുകയാണ് ധാർമ്മികമായ ഉത്തരവാദിത്തം. നേരെ രാജിവെക്കുകയാണ് ധാർമ്മികമായ ഉത്തരവാദിത്തം ശ്രീ അനുരാജ്. അല്ല, എനിക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് NTA ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച എന്നുള്ളത് വെറുതെ അങ്ങ് ചോർന്നതല്ല, ചോർത്തിയതാണ്. ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയത്? അവിടുത്തെ പരീക്ഷാ നടത്തിപ്പ്, പരീക്ഷ ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന എക്സ്പേർട്സ് തന്നെ ചോദ്യങ്ങൾ എടുത്ത് ഇല്ല ആ ചോദ്യങ്ങൾ ആരാണ് പറയുന്നത്? NTA ഡയറക്ടറാണ് ശ്രീ അനുരാജ്. കേരളത്തിലേക്ക് പിന്നെ വരാം. ഇതാദ്യം പറയൂ. NTA ഡയറക്ടർ പറയുന്നു കോച്ചിങ് സെന്ററിൽ ഈ എക്സ്പേർട്ട് തന്നെ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു. കോച്ചിങ് സെന്ററിൽ കോച്ചിങ് കൊടുക്കുന്നു. അവിടേക്ക് ചോദ്യം എടുത്ത് നൽകുന്നു. ഈ എക്സ്പേർട്സിനെ തെരഞ്ഞെടുത്ത NTA ഡയറക്ടറെ പറ്റിയാണ് പറയുകയാണ് എനിക്ക് വീഴ്ച പറ്റി, വലിയ മഹാവീഴ്ച പറ്റിയെന്ന് പറയുകയാണ്. ഇപ്പോഴും തുടരുകയാണ് ആ സ്ഥാനത്ത്. അല്ല ഇതുവരെ ആരും പറഞ്ഞിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇതുവരെ ഈ ചോർച്ച നടന്നു സ്മൃതിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ NTA ഡയറക്ടർ പറഞ്ഞപ്പോഴാണോ മനസ്സിലായത്? അല്ലല്ല, CBIയുടെ കുറ്റപത്രത്തിലുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ തുറന്ന് സമ്മതിക്കലായി വന്ന പ്രതികരണമാണ്. അങ്ങ് പരിഹസിച്ച് അങ്ങനെ പോകണ്ട. ഈ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ച് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ട ശേഷം ഇതെങ്ങനെയാണ് പുറത്തേക്ക് വന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? CBI കൊടുത്ത കുറ്റപത്രത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ NTA ഡയറക്ടർ ഇതാ എനിക്ക് വീഴ്ച പറ്റി എന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കേട്ടോ. ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണെന്നുള്ള അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെ പറയൂ, എന്തുകൊണ്ടാണ് ഈ പെല്ലറ്റ് ആക്രമണത്തെ കുറിച്ചുള്ള മറുപടി പറയൂ. അല്ല ഇത് അറിയില്ല ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡുകൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ. ഈ സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന് സ്മൃതി ചോദിച്ചപ്പോഴാണ് ഈ കാര്യം ഞാൻ വിശദീകരിച്ചത്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങളുമായിട്ട് വരികയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ പറയുന്നത്? ആഭ്യന്തരമന്ത്രി നേരിട്ട് പറയണം. എന്താ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ അവിടെ പറഞ്ഞില്ലേ? ഇന്നിപ്പോ അവിടെ ബില്ലുകൾ അവതരിപ്പിച്ചില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രി അവതരിപ്പിച്ചില്ലേ? ബിസിനസ് നടന്നില്ലേ? എന്താ എവിടെയാ ഇപ്പൊ തടസ്സം ഉണ്ടായത്? ഇനി ഇപ്പൊ ആഭ്യന്തരമന്ത്രി വരാമെന്ന് പറഞ്ഞു, അപ്പോൾ ഇന്ന് വന്നില്ല എന്നായി. ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നോ?
അപ്പൊ ഇനി ഇനി നാളെ എന്ന് വരും? നാളെ കൂടിയേ ഉള്ളൂ. നാളെ സഭ തീരാതെ എന്തിനാ ഇത് ചർച്ച ചെയ്യുന്നത്? അല്ല, നാളെ കൂടി ഉള്ളൂ. അപ്പൊ വന്നാ മതിയല്ലേ? അത്രയും അത് സഭയുടെ ആഭ്യന്തര ഉത്തരവാദിത്തം. മന്ത്രി സർക്കാർ, ഞാൻ പറഞ്ഞില്ല, സർക്കാരിനാണ് മാൻഡേറ്റ്. അത് ശരി. അല്ലെ, മാൻഡേറ്റ് എന്ന് വെച്ചാൽ സഭയിൽ വരാതിരിക്കാനല്ല ഇവിടെ ജനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ നിങ്ങളുടെയൊക്കെ തെറ്റിദ്ധാരണ ഇവിടെ ജനം തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത് തോന്നുമ്പോ വന്ന് കയറി പോകാനല്ല. എന്റെ സ്മൃതി, അവിടെ ജനങ്ങളുടെ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി നൽകാനാണ്. അതുകൂടിയാണ് ഉത്തരവാദിത്തം. ആര് പറയുമ്പോ ഈ ന്യൂനപക്ഷമായിട്ട് ജനം തെരഞ്ഞെടുത്ത് വിട്ടാണ്. എന്തൊരു പരിഹാസമാണ് അങ്ങേക്ക്. നിങ്ങൾ ഭൂരിപക്ഷമായതിന്റെ കഥകളൊക്കെ ഇവിടെ അറിയാം. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെ കുറിച്ചുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞാണല്ലോ. ഇതൊക്കെ കേരളത്തിൽ നിയമസഭയിൽ എന്താ സംഭവിക്കുക? അല്ല, കേരളത്തിലെ നിയമസഭയിൽ എന്താ സംഭവിക്കാറ്? ഇപ്പൊ ഇവിടെ രണ്ട് മുന്നണിയും ഭരിക്കുന്നുണ്ടല്ലോ. ഈ ഭരണപക്ഷം പ്രതിപക്ഷം പറയുന്നതിൽ അംഗീകരിക്കുകയാണോ? ഇപ്പോഴത്തെ നിയമസഭയിൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വിഷ്വൽ കിട്ടുമല്ലോ. എന്താ സംഭവിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാ അവിടെ ഭൂരിപക്ഷം ആരാണോ അവർ പറയുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഒറ്റ പ്രശ്നമേ ഉള്ളൂ സ്മൃതി, ഇപ്പൊ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഈ FCRA ബില്ല് വരും, അതിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതാണ് ഈ പ്രതിപക്ഷത്തിന്റെ കാര്യം. ഒരൊറ്റ MP-മാരും വിഷയം പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ആൾക്കാരില്ല. 2 മിനിറ്റ് സമയം കൊടുത്ത 2 മിനിറ്റ് ചർച്ച അവസാനിപ്പിക്കാൻ പറ്റാതെ എനിക്ക് പിന്നെ സമയം വേണമെന്ന് പറയണം. ഞാനിതാ പറഞ്ഞു, ആരെ കേൾപ്പിക്കാനാണ് സ്മൃതി? ആരെ കേൾപ്പിക്കാനാണ്? ഇതേ MP അല്ലേ പറഞ്ഞു എന്നെ ക്യാമറയിൽ കാണിക്കുന്നില്ല എന്ന്. ഒരു MP രാജ്യസഭയിൽ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നെ ക്യാമറയിൽ കാണിക്കുന്നു അയാളെ വിഷയം അഭിനയത്തിന് വേണ്ടി മാത്രമല്ല, അഭിനയത്തിന് വേണ്ടിയല്ല, ക്യാമറയിലെല്ലാം പതിയണം, എല്ലാ ചോദ്യങ്ങളും പതിയണം, ചോദ്യങ്ങൾ പതിയണം, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പതിയണം. ശരി, മാൻഡേറ്റ് ആണ് ബലം. മാൻഡേറ്റ് വരാതിരിക്കാനുള്ള മാൻഡേറ്റ് ആണെന്ന് മനസ്സിലായിട്ടില്ല ശ്രീ അനുരാജ്. ഞാൻ ശ്രീ എം ഷിനാസിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അവിടെ പാർലമെന്റിൽ ഈ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുന്ന സമയവും പറയേണ്ട കാലമൊക്കെ അവർക്ക് നിശ്ചയിക്കാം. നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തെപ്പറ്റി അല്ലെങ്കിൽ പാർലമെന്ററി രീതിയെപ്പറ്റി കാര്യമായ യാതൊരു അവബോധവുമില്ലാത്ത നിരീക്ഷണമാണത്. കാരണം നമ്മുടെ ഭരണഘടനയിൽ തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ വളരെ അസന്നിഗ്ധമായി ഭരണഘടനയുടെ 75-ാം അനുച്ഛേദത്തിലും 77-ാം അനുച്ഛേദത്തിലും മന്ത്രിമാർക്കും മന്ത്രിസഭയ്ക്കും പാർലമെന്റിനോട് കൂട്ടായ ഉത്തരവാദിത്വവും വ്യക്തിപരമായ ഉത്തരവാദിത്വവും ഉണ്ടെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ വർഷകാല സമ്മേളനം തുടങ്ങിയത് ജൂലൈ 20-നാണ്. അന്ന് മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചു പോരുന്നൊരു പ്രശ്നം ജൂലൈ 20-ന് സൻസദ് ചലോ പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ വിദ്യാർത്ഥികൾക്ക് നേരെ യുവജനങ്ങൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തെപ്പറ്റി ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി പാർലമെന്റിൽ വന്ന് പ്രസ്താവന നടത്തണം എന്നാണ്. കാരണം ഭരണഘടനയുടെ 75-ാം വകുപ്പ് അനുസരിച്ച് അതത് മന്ത്രിമാർ, അല്ലാതെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അല്ല അതിൽ കാര്യങ്ങൾ പറയേണ്ടത്. കാരണം ഈ പോലീസ് അതിക്രമം, പോലീസ് തല്ലിച്ചതച്ചത് ഡൽഹി പോലീസും അതുപോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമാണ്. ഈ രണ്ട് സേനകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് ഈ രണ്ട് വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പ്രസ്താവന നടത്താതെ ജൂലൈ 20 മുതൽ ഇന്നേ വരെ, ഇന്നലെ കിരൺ റിജ്ജു പറഞ്ഞു പ്രസ്താവന നടത്തും, പക്ഷേ ചില ഉപാധികളുണ്ട്, ബഹളമയമാവാൻ പാടില്ല, തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ. പാർലമെന്ററി കാര്യം മന്ത്രിയുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു അബദ്ധം ഞാൻ പറയുകയാണ്. പാർലമെന്ററി കാര്യ മന്ത്രിയാണോ? ഇപ്പൊ പാർലമെന്ററി കാര്യ മന്ത്രിയാണ് ഈ കഴിഞ്ഞ ജൂലൈ 20 മുതൽ ഭരണപക്ഷത്തിന്റെ തേരാളിയും പോരാളിയുമായി വാസ്തവത്തിൽ പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത്, പ്രതിപക്ഷത്തെ തടസ്സപ്പെടുത്തുന്നത്. പാർലമെന്ററി കാര്യം മന്ത്രി മറ്റ് മന്ത്രിമാരെ പോലെയല്ല.
പാർലമെന്ററി കാര്യ മന്ത്രിയുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഇടയിൽ ഒരു പാലമായി വർത്തിച്ചുകൊണ്ട് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിതോവസ്ഥയും സാഹചര്യവും സൃഷ്ടിക്കുക എന്നതാണ്. അദ്ദേഹം ഒരു ഭരണപക്ഷത്തിന്റെ തേരാളിയോ പോരാളിയോ ആയി പെരുമാറേണ്ട വ്യക്തിയല്ല. അങ്ങനെയല്ല കീഴ്വഴക്കം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് മറുപടി പറയേണ്ടത് പാർലമെന്ററി കാര്യമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയോ അല്ല. കാരണം ഇതിന് വ്യക്തമായ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്, ഭരണഘടനാപരമായി തന്നെ ബാധ്യസ്ഥനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പക്ഷെ അദ്ദേഹം ജൂലൈ 20 മുതൽ ഇന്നേ വരെ പാർലമെന്റിൽ വന്നിട്ടില്ല. എന്നാൽ പാർലമെന്റ് മന്ദിരത്തിൽ വരുന്നു, അദ്ദേഹത്തിന്റെ ചേംബറിൽ പോകുന്നു, 1-2 മണിക്കൂറുകൾ അവിടെ ചെലവഴിക്കുന്നു. പക്ഷേ പാർലമെന്റിൽ സഭയിൽ വരുന്നില്ല. ഇന്നലെ പറഞ്ഞു സഭയിൽ അദ്ദേഹം വരും. പക്ഷേ മറ്റന്നാൾ വ്യാഴാഴ്ച ഈ നടപ്പ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ആ ദിവസം വന്ന് പേരിനൊരു പ്രസ്താവന നടത്തുകയും പ്രതിപക്ഷം അതിൽ ചർച്ച തുടങ്ങുമ്പോൾ ബഹളമാവുകയും അങ്ങനെ അത് അവസാനിപ്പിക്കാമെന്നായിരിക്കാം ഇവർ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത് പ്രധാനമന്ത്രിയും വന്നില്ല എന്നതാണ്. അപ്പോൾ ഈ കാര്യം വാസ്തവത്തിൽ പാർലമെന്റിന്, ഈ ഭരണകൂടത്തിന്, സർക്കാരിന് പാർലമെന്റിനോട് ഉത്തരവാദിത്വമുണ്ട്. മന്ത്രിമാർക്ക് പാർലമെന്റിനോട് ഉത്തരവാദിത്വമുണ്ട്. ഈ കഴിഞ്ഞ 10-21 ദിവസമായി ആഭ്യന്തരമന്ത്രിയും ഈവൻ പ്രധാനമന്ത്രിയും ചെയ്തു പോരുന്നത് വളരെ അസാധാരണമായ, വളരെ അനൌചിത്യ നിർഭരമായ, പാർലമെന്റിനോടുള്ള അവഹേളനവും അനാദരവും നിറഞ്ഞ, പാർലമെന്റിനെയും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെ തന്നെയും വെല്ലുവിളിക്കുന്ന അസാധാരണമായ കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് എന്തുമാവാം, പ്രതിപക്ഷത്തെ കേൾക്കേണ്ടതില്ല എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ചില വിമർശകർ കഴിഞ്ഞ 2014 തൊട്ടുള്ള ഈ കേന്ദ്ര ഭരണകൂടത്തെ ഇലക്ടറൽ ഓട്ടോക്രസി, തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം, അങ്ങനെയാണെങ്കിലാവാം, തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യ സർക്കാരാണ് ഇതെങ്കിൽ ഈ രീതിയിലാവാം. പക്ഷേ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു മന്ത്രിക്ക്, ഒരു മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റിനോട് കൂട്ടായ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും അതത് വകുപ്പുകളുടെ മന്ത്രിമാർ പാർലമെന്റിൽ മറുപടി പറയേണ്ടതുണ്ട്. അങ്ങനെ മറുപടി പറയാതെ കഴിഞ്ഞ 10-21 ദിവസമായി മുങ്ങി നടക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി. അദ്ദേഹത്തിന് ജൂലൈ 20 സംഭവം നടന്നു. അതിൽ ലാത്തിയിൽ ആണി അടിച്ചു കയറ്റിയ ലാത്തികളുണ്ടായിരുന്നു. ലാത്തി ചാർജ് അങ്ങനെയാണ്. പെല്ലറ്റ് ഗൺസ് ഉണ്ടായിരുന്നു, ടിയർ ഗ്യാസ്, അതൊക്കെ ഓക്കെ. ജൂലൈ 20 നടന്നു. ഈ കേന്ദ്ര സേനയോട്, ഡൽഹി പോലീസിനോടും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനോടും കാര്യങ്ങൾ അന്വേഷിച്ച് ജൂലൈ 22-നോ 23-നോ 24-നോ ആ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പാർലമെന്റിൽ വന്ന് തന്റെ ഭാഷ്യം, അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഷ്യം, അവരുടെ വാദമുഖം അവതരിപ്പിക്കാമായിരുന്നു, അത് ചർച്ച ചെയ്യാമായിരുന്നു. ചർച്ച ചെയ്തില്ല. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് ഈ ഓഗസ്റ്റ് 6-ന് സാക്ഷാൽ രാജ്യസഭയുടെ അധ്യക്ഷനായ CP രാധാകൃഷ്ണൻ, അദ്ദേഹം BJP നേതാവ് കൂടിയായിരുന്നല്ലോ, ഇപ്പൊ രാജ്യസഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം പാർലമെന്റിൽ വാക്കാൽ കിരൺ റിജിജുവിനോട്, പാർലമെന്ററി കാര്യമന്ത്രിയോട് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഹാജരാവാൻ വേണ്ടി നിർദ്ദേശിക്കണം. അത് കഴിഞ്ഞിട്ടും 5-6 ദിവസം കഴിഞ്ഞു, അദ്ദേഹം ഹാജരായിട്ടില്ല. അപ്പോൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തോടും പ്രതിപക്ഷത്തോടും അതുപോലെ സർവോപരി ഇന്ത്യയിലെ ജനങ്ങളോടും നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ കഴിഞ്ഞ 10-21 ദിവസമായി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നടത്തിപ്പോരുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവ വികാസമാണ്. അതിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ വാദമുഖം എന്തുമാവട്ടെ, ഭാഷ്യം എന്തുമാവട്ടെ, അവിടെ വന്ന് വിശദീകരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേദിയാണ് പാർലമെന്റ്. അപ്പോൾ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കും,
തർക്ക വിതർക്കങ്ങളുണ്ടാവും, വാദപ്രതിവാദങ്ങളുണ്ടാവും, ചിലപ്പോൾ ശബ്ദായമാനമായ അന്തരീക്ഷമുണ്ടാവും. ഇതൊന്നും പുത്തരിയല്ലോ, പണ്ടും ഉണ്ടായതല്ലേ. ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മന്ത്രിമാർ വന്നിട്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തി, പിന്നീട് ചർച്ചകൾ ഉണ്ടാവുന്നു, വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ സ്വാഭാവികമാണല്ലോ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ. ഇത് ഒരുതരം ഭീരുത്വമാണ്, ഒളിച്ചോട്ടമാണ്, പാർലമെന്റിനോടും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തോടും ചെയ്യുന്ന ഒരുതരം ധാർഷ്ട്യം നിറഞ്ഞ ധിക്കാരപൂർവമായ നടപടിയാണ്. ശരി. കാരണം രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞിട്ട് പോലും ഒരു പുല്ലുവില കൽപ്പിക്കാത്ത ആഭ്യന്തരമന്ത്രി, പിന്നെ ആര് പറഞ്ഞു? പ്രതിപക്ഷം പറഞ്ഞ പിന്നെ കേൾക്കുമോ? അപ്പൊ പ്രതിപക്ഷം പറയുന്നത് വന്ന് പ്രസ്താവന നടത്തുന്നു, നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം വരുന്നില്ല, മന്ദിരത്തിൽ വരുന്നു, അദ്ദേഹത്തിന്റെ ചേംബറിൽ പോകുന്നു. പാർലമെന്റിനെയും ജനാധിപത്യത്തെയും പ്രതിപക്ഷത്തെയും നോക്കുകുത്തിയാക്കുക മാത്രമല്ല, കൊഞ്ഞനം കുത്തുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. ശരി, പാർലമെന്റിലെ കീഴ്വഴക്കങ്ങൾ മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമാണോ എന്ന് കൂടി അതിനെ സംശയിക്കേണ്ടി വരും. വി ആർ അനൂപ്, ഇപ്പോൾ നിങ്ങൾ ഈ ജന്തർ മന്ദറിൽ മുന്നിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ ജാർഖണ്ഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന തിരിച്ചുള്ള ചോദ്യം എന്ന് NDA MP-മാർ പുറത്തുവെച്ച പ്രിയങ്കയോട് തട്ടിക്കയറുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയില്ലേ എന്ന്, അവിടേക്ക് പോകാത്തത് എന്താണ് എന്ന്. പക്ഷേ കോൺഗ്രസ് അവിടെ ഭരണമുന്നണിയിൽ പെട്ടതാണ് എങ്കിലും കോൺഗ്രസ് അക്കാര്യത്തിൽ സമരക്കാർക്കൊപ്പമുണ്ട് എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രഖ്യാപനവും പ്രതികരണവും മതിയോ? അവിടെയും പ്രതിഷേധം ശക്തമാണ്. അവിടെ PSC ചെയർമാൻ രാജിവെച്ചിട്ടുണ്ട്. തീർച്ചയായും അതിലേക്ക് ഞാൻ വരാൻ സ്മൃതി. അതിനു മുൻപ് ജർമ്മനിയിൽ ഹിറ്റ്ലറെ കുറിച്ച് പറയുന്ന പൊതുവായൊരു കാര്യം, ഹിറ്റ്ലർ പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിൽ ഇലക്ഷനിലൂടെ അധികാരത്തിൽ വന്നു. പക്ഷെ പിന്നീട് അവിടെ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല, പാർലമെന്റ് ഉണ്ടായിട്ടില്ല. ഇവിടെ സത്യത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ സുതാര്യമായൊരു ഇലക്ഷൻ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നത് എന്നതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പാർലമെന്റിനോടുള്ള സ്ഥായിയായ പുച്ഛം എന്ന് പറയുന്നത് സംഘപരിവാർ ഭരണകൂടത്തെ സംബന്ധിച്ചൊരു പുതിയ കാര്യമില്ലെന്നേ. ലോകത്തെ എല്ലാ ഫാസിസ്റ്റുകളും പൊതുവായി പങ്കുവയ്ക്കുന്ന ചില സ്വഭാവ സവിശേഷതകളിൽ ഒന്ന് മാത്രമാണ്. ഇവിടെ ഇപ്പോൾ പോലും ഈ ചർച്ചയിൽ സംഘപരിവാർ സഹയാത്രികനായ പ്രതിനിധി ഉന്നയിക്കുന്ന വാദം എന്താ? അദ്ദേഹം പറയുന്നത് ചില രാജ്യസഭയിൽ ചില MP-മാർ ക്യാമറ അവരെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമല്ലേ? ക്യാമറ അവരെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് ക്യാമറയിൽ അവരെ കാണിച്ച് സ്വയം ആത്മരതി കൊള്ളുന്നതിനല്ല, മറിച്ച് അവരുടെ ശബ്ദം രാജ്യത്ത് കേൾപ്പിക്കാൻ മാധ്യമങ്ങളിലൂടെ അത് കേൾക്കപ്പെടണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും നരേന്ദ്രമോദിയെ പോലെ സ്വയം അതിൽ അഭിരമിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചാൽ ശരിയാകുമോ? അപ്പോൾ അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് പോലും ഈ സംഘപരിവാറിന് അരോചകമാണെന്നേ. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ടാ ഇവിടുത്തെ പല MP-മാരും 2 മിനിറ്റ് പ്രസംഗത്തിൽ എടുക്കുന്നതിന് പകരം കൂടുതൽ സംസാരിക്കുന്നു. അപ്പോൾ അതിന് പ്രതിവിധിയായി അദ്ദേഹം പറയുന്നത് ഈ പാർലമെന്റ് വേണ്ട, പാർലമെന്റിനെ അഭിസംബോധന ചെയ്യേണ്ട, ഈ MP-മാരൊക്കെ 2 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിക്കുന്നതുകൊണ്ട് അതിലൊരു ലോജിക് ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ സമയം കൂടുതൽ എടുക്കുന്നു, അതുകൊണ്ട് അമിത്ഷാ ഈ പരിപാടിക്കില്ല. ഇവിടെ വളരെ കൃത്യമാണെന്നേ. ഇതിന് ഈ പാർലമെന്റിനോടുള്ള സ്ഥായിയായ പുച്ഛം, അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. കോൺഗ്രസ് ഉന്നയിക്കുന്ന, പ്രതിപക്ഷം ഉന്നയിക്കുന്ന, മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന വാദമുഖങ്ങളോട് സ്വാഭാവികമായി വിയോജിപ്പുണ്ടാകാം. അതിനിവർ എന്താണ് ചെയ്യേണ്ടത്? പാർലമെന്റിനകത്ത് അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതല്ലേ. അതിന് പകരം ഞങ്ങൾ പാർലമെന്റിലേക്കില്ല, പാർലമെന്റിലേക്ക് ഞങ്ങൾ വരണമെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കണം. ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്? പാർലമെന്റിൽ വന്ന് കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ആളുകളൊക്കെ ഗണഗീതം പാടിയിരിക്കണമെന്നാണോ? പാർലമെന്റ് എന്ന് പറയുന്നത് RSSന്റെ ഒരു ശാഖയാണോ? ഇവർ ആഗ്രഹിക്കുന്ന തരത്തിൽ സംസാരിക്കുക, പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുക, പ്രതിപക്ഷം മുഴുവൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുക. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ തരത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇതിലും എത്രയോ വലിയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്ക വിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിൽ സഹജമാണെന്ന്. പക്ഷെ അതിനു പകരം ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഹൗസ് നടന്നാൽ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മാത്രം സഭയിലെ ബിസിനസ്സുകൾ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ശാഠ്യമാണ്. ഇതിനെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങൾ അവരെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ മാമുക്കോയെ പറയുന്നുണ്ട്, ഇറങ്ങി വാടാ തുരപ്പ എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്തെ ജനങ്ങൾ അമിത്ഷായോട് മോഡിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഇറങ്ങി വാ, പാർലമെന്റിലേക്ക് വാ,
അതിൽ കൂടുതൽ ഇവിടെ പ്രതിപക്ഷം മാത്രമല്ല, ഒരു കക്ഷി രാഷ്ട്രീയത്തിലോ പോലും ഇല്ലാത്ത ഈ രാജ്യത്തെ ഇത്ര സ്ഥിതിഗതികളെ നിരീക്ഷിക്കുന്ന അരാഷ്ട്രീയവാദികളെന്ന് നിങ്ങൾ കരുതപ്പെടുന്ന ഇടതുന്നതല്ല ഈ ജൻസി പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്. അവരടക്കം അമിത്ഷാ എന്തുകൊണ്ട് വരുന്നില്ല എന്ന്, മോദി എന്തുകൊണ്ട് ഇത് ഉത്തരം പറയുന്നില്ല എന്നുള്ളത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. സംവേദന രീതിയാണ് അങ്ങനെ പ്രതികരിക്കുന്നത്. ജനാധിപത്യത്തിൽ അംഗീകരിക്കപ്പെട്ട മാർഗമാണ്, അതിലൊരു തെറ്റുമില്ല എന്ന് പറയുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ടെന്ന് പറയുന്നു. പ്രതിപക്ഷത്തെ ബഹുമാനിക്കണം എന്നുകൂടി പറയുന്നു. പ്രതിപക്ഷമില്ലാത്ത ഭരണം എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നു. ഇതൊക്കെ പലപ്പോഴായി സർസംഘചാലക് പറയുന്നുണ്ട്. മോഹൻ ഭാഗവത് ഇവിടെ തിരുത്തുന്നത് മോദിയെയും അമിത്ഷായും അല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഏറ്റവും എന്താ പറയുക തലപ്പത്തുള്ള വ്യക്തിയാണ് ഈ പറയുന്ന സർസംഘചാലകൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടനയുടെ ആദർശങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ആ ആശയധാര പിൻപറ്റുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതാണ് അതേക്കുറിച്ച് പറയാൻ സാധിക്കുക. പിന്നെ പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്നില്ല, പ്രതിപക്ഷത്തെ കാണുന്നില്ല എന്നൊക്കെ ഇവിടെ സ്ഥാപിക്കാൻ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. വസ്തുത അതല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ സെഷനിൽ തന്നെ ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? CJPയുമായിട്ടുള്ള ചർച്ച എന്നുള്ളതായിരുന്നു. ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അടുത്ത് വന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് പെല്ലറ്റ് എന്ന് പറഞ്ഞത്. പെല്ലറ്റിന് ഇപ്പോൾ നമ്മുടെ CRPFൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റിൽ വന്ന് പറയണമെന്നാണ് പറയുന്നത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു കേട്ടു, പിന്നെ എന്താണ് ഭരണഘടനയുടെ ഒരു വകുപ്പ് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി വന്ന് പറയണം. അങ്ങനെ അത് ആ വകുപ്പിൽ പറയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു മന്ത്രി സഭയിൽ ഹാജരില്ല, മറ്റു മന്ത്രിമാർ മറുപടി പറയാറില്ലേ? ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ്, നിയമസഭകളിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ പിന്നെ അത് തന്നെ പറയാമെന്നുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം എത്ര ചർച്ചകളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങളെങ്കിലും കേരളത്തിലെ MP-മാർ ഒരു ചർച്ച പാർലമെൻറ്റിൽ പറഞ്ഞൊരു വിഷയം അവതരിപ്പിച്ചാൽ അതെങ്ങനെ മാധ്യമങ്ങൾക്ക് കൊടുക്കണം നമ്മുടെ MP-മാർക്ക് അറിയാം. അതിലുപരി നമ്മളെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കാറുണ്ട്. എത്ര വാർത്തകൾ ഈ മൺസൂൺ സെഷൻ്റെ കാലത്ത് കേരളത്തിലെ MP-മാർ ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചതായിട്ട് വന്നു? എന്തെങ്കിലും ഒരു സാധനം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട്. ഞാനത് പറഞ്ഞത്, കേരളം എന്ന് പറയുന്ന ബില്ലിൻ്റെ ആവശ്യം അവരുടെ കേരളത്തിൻ്റെ ആവശ്യമല്ലേ? അതിലെന്താ ചെയ്തത്? കേരളത്തിനല്ലേ അതിൻ്റെ സാമ്പത്തിക ബാധ്യതയൊക്കെ വരാൻ പോകുന്നത്. അതിൻ്റെ ചർച്ചയിൽ എന്ത് നിലപാടെടുത്തത്? അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താ? പ്രതിപക്ഷം നിർവഹിച്ചത് എന്താ? അമിത്ഷാ ആദ്യം പറഞ്ഞു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ആദ്യം CJPയോട് ചർച്ച ചെയ്യണം, അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കി, അത് നടത്തി. അത് കഴിഞ്ഞപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു, ബഹളം ഉണ്ടാക്കി. അപ്പോഴൊക്കെ സഭയുടെ ബിസിനസ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ബില്ലുകളടക്കം പാസ്സാക്കപ്പെട്ടത്. ഇതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ FCR ബില്ലിൽ ഇവരുടെ ഇരട്ടത്താപ്പ് നടക്കില്ല എന്ന് ഇവർക്ക് അറിയുന്നതുകൊണ്ട് അതുവരെ ഇതിനെ നീട്ടിക്കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും തിരുവനന്തപുരം MP-യുമായിട്ടുള്ള ശശി തരൂർ പറഞ്ഞതാണ്. ശശി തരൂർ പറഞ്ഞെന്താണ്? നമ്മൾ ഡെമോക്രസിയെ ഒരു പ്രഹസനമാക്കരുത്. 5 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ഇലക്ഷനിലൂടെ അല്ല ഡെമോക്രസിയെ നമ്മൾ കാണേണ്ടത്. ഡെമോക്രസി ഒരു തുടർ പ്രക്രിയയാണ്. ഇതിൽ പ്രതിപക്ഷം സഹകരിക്കണം. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ അവൈലബിൾ ആണ്, വീഡിയോ അവൈലബിൾ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവിന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അദ്ദേഹം പൊതുവേദിയിൽ NDTV പ്രോഫിറ്റ് ചാനലിലാണ് അദ്ദേഹം പറയുകയും ചെയ്തു. പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളവരൊക്കെ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു സിറ്റിംഗ് MP-യാണ്, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഇതാണ് പറയുന്നത്. പിന്നെ ഇടതുപക്ഷം വളരെ നാമമാത്രമായ സാന്നിധ്യമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അവരവരുടെ ആശങ്കകൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താനുള്ള അവസരം ഈ സെഷനിൽ കിട്ടിയപ്പോൾ എന്താ ഇവരൊക്കെ പറഞ്ഞത്? പ്രിയങ്ക എന്താ പറഞ്ഞത്? IIT മദ്രാസിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ കാമകോടിയെ പറ്റി എന്താ പറഞ്ഞത്? ഗോമൂത്രത്തിൽ റിസർച്ച് ചെയ്യുന്നു എന്നാണ്. ഗോമൂത്രത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഈ പ്രിയങ്കയ്ക്ക് എത്രത്തോളം റിസർച്ചിനെ കുറിച്ച് അറിയാം? റിസർച്ച് എന്താണ്, റിസർച്ച് ഗ്യാപ്പ് എന്താണ്, ഏത് വിഷയങ്ങളെക്കുറിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള അറിവ് പ്രിയങ്കയ്ക്കുണ്ടോ? നേരത്തെ ആരോ ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, മന്ത്രിയുടെ. അപ്പോൾ MP-ക്ക് വിദ്യാഭ്യാസം വേണ്ടേ? ഇപ്പോൾ MP-മാർക്ക് എന്തും പറയാമോ? ഇനി അവരുടെ സഹോദരൻ എന്താ പറഞ്ഞത്? എന്തൊക്കെയോ പറഞ്ഞു, എന്തോ ഒരു വിഡ്ഢിയുടെ ഭക്തന്മാർ, അന്ധഭക്തർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭരണപക്ഷത്തെ ലക്ഷ്യം വെച്ചാണ്. അങ്ങനെയല്ല, ഞാൻ ആരെയും ലക്ഷ്യം വെച്ചിട്ടും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഈ പാർലമെന്റിൽ കിട്ടിയ സമയത്ത് ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതിനപ്പുറത്തേക്ക് കാതലായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന കോൺഗ്രസിന്റെ ഒരു മുതിർന്ന ദേശീയ നേതാവ് പറഞ്ഞതായിട്ട് ഈ സഭയുടെ കാലത്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ എന്താ സാഹചര്യം എന്താണ്? ഈ CJP എന്ന് പറയുന്ന
സംഘത്തിന്റെ സമരം വിജയിച്ചു. അതിലെന്താ പ്രതിപക്ഷത്തിന് പങ്കുള്ളത്? പ്രതിപക്ഷം അതിന്റെ കൂടെ നിന്ന് കൊടുത്തു എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് സാധിക്കണ്ടേ, ലെഫ്റ്റിനെ കൊണ്ട് സാധിക്കണ്ടേ, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കണ്ടേ ഒരു സമരം വിജയിപ്പിക്കാൻ? എന്നിട്ട് ആ സമരം വിജയിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഐക്യം ഇതിനകത്തുണ്ടായിരുന്നു. അവരുടെ രൂപത്തിൽ തന്നെ കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതുകൂടെ പറഞ്ഞോട്ടെ. അല്ല, സ്മൃതി അങ്ങനെ ഇടപെടാതെ പറയാം. അപ്പൊ ഈ CJP സമരം വിജയിച്ച സാഹചര്യത്തിൽ ചെറിയൊരു ഐക്യം ഈ പറയുന്ന ഇന്ത്യ അലയൻസിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്തി പരമാവധി എന്ത് നേടാൻ ശ്രമിക്കുകയാണ്. അത് തന്നെ ഇപ്പം പക്ഷേ ഇവിടെ പരാജയപ്പെട്ടു. കാരണം നമ്മുടെ FCRA ബില്ലിന്റെ പേരിൽ കോൺഗ്രസും TMCയും ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേ ശരത് പവാർ, NCP ശരത് പവാർ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇവിടെ തന്നെ അതിന്റെ വിയോജിപ്പ് നടന്നു കഴിഞ്ഞു. അപ്പോൾ നാളെ വരെ പോലും ഈ യോജിപ്പ് നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ സഭ ഇങ്ങനെയായി, ഈ സമ്മേളനം ശരി, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സമ്പത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിനെ പറഞ്ഞുകൊണ്ട് VR അനൂപ് ഇപ്പോൾ ശശി തരൂർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയല്ലോ അല്ലേ? അത് മുതിർന്ന നേതാക്കൾക്ക് വരെ പ്രതികരിക്കേണ്ട സാഹചര്യം വന്നു. KC വേണുഗോപാൽ അടക്കം പറഞ്ഞു BJPയെ സുഖിപ്പിക്കുന്ന പ്രതികരണങ്ങൾ നടത്താൻ കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കൾ നിൽക്കരുത് എന്ന്. നിങ്ങൾ എടുക്കുന്ന പണിയിൽ വെള്ളം കോരി ഒഴിക്കാനാണോ ഇവിടെ തരൂർ പ്രവർത്തിക്കുന്നത്? അല്ല, ശ്രീ VR അനൂപിനോടാണ് ചോദ്യം. അല്ല, ഇവിടെ സംഘപരിവാർ സഹയാത്രികൻ പറഞ്ഞത് ഒരു മുതിർന്ന നേതാവ് ഇത് പറയുന്നു, അതിന് താഴെയുള്ള ആളുകളൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന്. ഇതിനകത്ത് കൃത്യമായ മറുപടി സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെന്നേ. അതിൽ കൂടുതലായി എന്നെ പോലെ ഒരാൾക്ക് ഒന്നും പറയാനില്ല. ഇവിടെ കോൺഗ്രസിന്റെ നിലപാട് വളരെ കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ഞങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പറയലല്ല, ശശി തരൂരിന്റെ നിലപാടിനെ ശശി തരൂരിന്റെ നിലപാട് ശശി തരൂരിന്റെ നിലപാടിന് ഞാനൊന്ന് പറയട്ടെ. കേൾക്കൂ മിസ്റ്റർ, നിങ്ങൾ കേൾക്ക്. നിങ്ങളെ സംഘീകരണ സ്വഭാവം കാണിക്കല്ലേ. ഇവിടെ ശശി തരൂർ പറഞ്ഞത് KC വേണുഗോപാൽ ഞാൻ എത്ര പോയിന്റുകൾ പറഞ്ഞു കോൺഗ്രസിന്റെ വ്യക്തിപരമായ അധിക്ഷേപം പറ്റില്ല. വ്യക്തിപരമായ അധിക്ഷേപം പറ്റില്ല. വ്യക്തിപരമായ അധിക്ഷേപം പറ്റില്ല. അങ്ങയുടെ പോയിന്റിനെ കുറിച്ച് അങ്ങേക്ക് അഭിമാനം ഉണ്ടാകും. തിരിച്ചങ്ങനെയുണ്ട്, തിരിച്ച് ബാക്കിയുള്ളവർക്കും ഉണ്ട്. ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എവിടെയാ സാറേ വിവരമുള്ളത്? അതല്ല, ഗോമൂത്ര വിവരം മാത്രമല്ല ഉള്ളത്. ഗോമൂത്രത്തെ കുറിച്ചും അല്ലല്ല, ഗോമൂത്രത്തെ കുറിച്ചും ചാണകത്തെ കുറിച്ചും പുഷ്പവിമാനത്തെ കുറിച്ചും മാത്രമല്ല ഉള്ളത്. ശരി ശരി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിന് നോക്കൂ, നമുക്ക് ഓണക്കാലമാണ്, വലിയ 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 ബ്രേക്കുകളുണ്ട്. പ്ലീസ്, ഇങ്ങനെ എങ്ങനെയാ അവരുടെ സമ്പത്തിലേക്ക് പോകണം. ശരി ശരി, പുതിയ ആവശ്യങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. യഥാർത്ഥ ആവശ്യങ്ങൾ, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ പാർലമെന്റിൽ സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നാണ് അനുരാജ് പറഞ്ഞത്. സ്മൃതി, ഈ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇതിങ്ങനെ ദൈനംദിനം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ എന്നുള്ളത് ഒരു തവണ ഒരു വിഷയമുണ്ടായി, ഒരു പ്രശ്നമുണ്ടായി, അത് നമ്മൾ ചർച്ച ചെയ്തു, അത് പരിഹരിക്കപ്പെട്ടു എന്ന് സർക്കാർ പറയുന്നത് കൊണ്ട് ആ വിഷയം തീരുന്നില്ല. നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മളിപ്പോൾ 5 പേരുള്ള ഒരു ചർച്ചയിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായ വാഗ്വാദങ്ങൾ അങ്ങനെയാണെങ്കിൽ 543 പേരുള്ള നമ്മുടെ ഈ ലോക്സഭയിലെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പൊളിറ്റിക്കൽ മാൻഡേറ്റ് എന്നുള്ളത് സ്ഥായിയായ സ്ഥിരമായ ഒന്നല്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് എന്തുമാകാമെന്നാണെങ്കിൽ ഇന്ത്യയുടെ 1, 2, 3 ലോക്സഭകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ അന്ന് കോൺഗ്രസിന്, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 70% സീറ്റുകളുണ്ട്. പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന സഖാവ് AK അവിടെ ലോക്സഭയിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റിൽ പങ്കെടുക്കും. അദ്ദേഹം പാർലമെൻറ്റുള്ള സമയത്ത് അദ്ദേഹം മറ്റു പരിപാടികൾക്ക് പോകാറില്ല, വിദേശയാത്രയ്ക്കും പോകാറില്ല, പാർലമെൻറ്റിൽ തന്നെ ഉണ്ടാകും. തൻ്റെ കീശയിൽ നിന്ന് പേനയെടുത്ത് അദ്ദേഹം കുറിച്ചുകൊണ്ടേയിരിക്കും. AK അദ്ദേഹം ചിലപ്പോൾ മുറിഞ്ഞ ഇംഗ്ലീഷിലായിരിക്കും അദ്ദേഹം കാര്യങ്ങൾ പറയുക. പക്ഷേ ഇത് കുറിച്ചെടുക്കുന്ന അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് അവിടെ ലോക്സഭയിലെ മാർഷൽമാരുടെ കയ്യിൽ കൊടുത്ത് അപ്പുറത്തേക്ക് കൊടുത്തയക്കും. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക: Dear Comrade Gopalan, can we have a cup of tea at my
ചേംബർ അറ്റ് 4 o'clock ടുഡേ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം താങ്കൾ പറഞ്ഞതിനെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അറിയണം. അക്രോസ് എ കപ്പ് ഓഫ് ടീ നമുക്കിരുന്ന് ചില കാര്യങ്ങളൊന്ന് വർത്തമാനം പറയണമെന്നുള്ളത്. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഈ 10 തവണ ലോക്സഭാംഗമായിരുന്ന 2 തവണ രാജ്യസഭാംഗമായിരുന്ന ഒരു മനുഷ്യനുണ്ട്. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ വാജ്പേയിയെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. വെറും 36-ാമത്തെ വയസ്സിൽ അന്ന് ജനസംഘത്തിന് അദ്ദേഹം നേതാവായിരിക്കുമ്പോൾ, പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ വെറും 14 MP-മാരേ ഉള്ളൂ. വെറും 14. അദ്ദേഹത്തിന് എത്ര സമയം സംസാരിക്കാൻ കിട്ടുമായിരുന്നു എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. നെഹ്റു പറയുമായിരുന്നു സ്പീക്കറോട്, ലെറ്റ് ഹിം സ്പീക്ക്. 1962 ഇന്ത്യ ചൈന അതിർത്തി തർക്കം അത് യുദ്ധമായി എല്ലാം മാറുന്ന സമയത്ത് അന്നത്തെ ഈ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ശ്രീ വാജ്പേയിയുടെ പ്രസംഗങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. അതെല്ലാം കുറിച്ചെടുക്കുകയും അദ്ദേഹവുമായി സംസാരിക്കാനും നെഹ്റു തയ്യാറാവും. അടിച്ചിരുത്തുക അല്ല ചെയ്തത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും വേണ്ട. ഇപ്പം സഭ സ്തംഭിക്കുന്നു എന്നുള്ളതാണ്. മധുര റേപ്പ് കേസ് സഭ സ്തംഭിച്ചോ? 1972. നിർഭയ കേസ് വന്നു, സഭ സ്തംഭിച്ചോ? പലതവണയായി. ബൊഫേഴ്സ് കേസ് വന്നു, സഭ സ്തംഭിച്ചോ? ഈ ശവപ്പെട്ടി കുംഭകോണം വന്നു, സഭ സ്തംഭിച്ചോ? ഹർഷദ് മേത്ത കേസ് വന്നു, സഭ സ്തംഭിച്ചോ? നമ്മുടെ ഇവിടെ തന്നെ ഈ പറയുന്ന ഈ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായി. ഇവിടെ ഈ ഫാം ബില്ലുകൾ വന്നല്ലോ, കാർഷിക നിയമങ്ങൾ, ഓർഡിനൻസ് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തതുപോലെ നിയമമായി കൊണ്ടുവരാൻ സഭ സ്തംഭിച്ചില്ലേ? അത്തരത്തിൽ സഭ സ്തംഭിക്കുന്നത് അപകടമൊന്നുമല്ല. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അവിടെ ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾക്ക് പൂച്ചയെ ഭയമാണ്. സഭ സ്തംഭിക്കുക എന്നല്ല, നിശബ്ദമായിരുന്ന് ഭരണപക്ഷം പറയുന്നത് കേൾക്കുന്ന, കൈയടിച്ച് പാസാക്കുന്ന പ്രതിപക്ഷത്തെയാണ് ഭരണപക്ഷം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാലത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുതിയ കീഴ്വഴക്കങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വളരെ നന്ദി ശ്രീ എ സമ്പത്ത്, അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ശ്രീ എ കെ അനുരാജ്, ശ്രീ എം ഷിനാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.